നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും തൊടുപുഴ ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി ടാക്സ് എക്സലൻസ് അവാർഡ് വിതരണവും മുഖാമുഖവും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷക യൂണിയൻ അംഗങ്ങൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് തമിഴ്നാട് എന്നിവയുടെ സഹകരണത്തോടെ മുല്ലപ്പെരിയാറിന്റെ അനുബന്ധ ഡാമായ ബേബി ഡാം ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. NG യൂണിവേഴ്സിറ്റി B.Ed പരീക്ഷയിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന് റാങ്ക് തിളക്കം. ഇംഗ്ലീഷ് വിഭാഗത്തിൽ 1, 3 റാങ്കുകളും മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ 3-ാം റാങ്കും കൊമേഴ്സ് വിഭാഗത്തിൽ 10-ാം റാങ്കും വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. കുടുംബശ്രീ ദിനാഘോഷവും എന്നിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ADS ചെയർപേഴ്സൺ ബീന ബഷീറിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം ഉദ്ഘാടനം ചെയ്തു. കരാറുകാർ ഏറ്റെടുത്തിട്ടും പണി തുടങ്ങാത്ത ഒടിയപ്പാറ CSI പള്ളി റോഡ് ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി ഗതാഗത യോഗ്യമാക്കി. വാർത്തകൾ വിശദമായി. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും തൊടുപുഴ ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി ടാക്സ് എക്സലൻസ് അവാർഡ് വിതരണവും മുഖാമുഖവും നടത്തി. മൂലമറ്റത്ത് വെച്ച് നടത്തിയ ചടങ്ങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അവാർഡ് ദാനവും നടത്തി. 4 വർഷ ബിരുദ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് ഡോക്ടർ ജിതിൻ ജോയ് ക്ലാസ് നയിച്ചു. ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ MK സജി അധ്യക്ഷത വഹിച്ചു. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും തൊടുപുഴ ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി അറക്കുളം ഉപവിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ മൂലമറ്റം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിദ്യാർത്ഥികൾക്കായി ടാസ്ക് എക്സലൻസ് അവാർഡ് 2024 വിതരണം ചെയ്തു. ഇതോടൊപ്പം മുഖാമുഖവും നടത്തി. മൂലമറ്റം HRC ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്തുനിന്ന് നല്ല വിജയം കീഴിക്കാൻ സാധിച്ച കുട്ടികളെ അനുമോദിക്കുന്ന സന്ദർഭങ്ങൾ പ്രധാനപ്പെട്ടതോ സ്വീകരിച്ചതുപോലെ ഇരിക്കുന്ന 12 മണി കഴിഞ്ഞ് പോകാൻ കഴിയുമായിരുന്നു. പ്രോഗ്രാമിലെ കാലവർഷത്തിൻ്റെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് രാവിലെ തന്നെ വൈകിയാക്കി പോരുന്ന വഴിക്ക് അതിരൂക്ഷമായ ട്രാഫിക് അവസ്ഥകൾ ഞാൻ എവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വരാമെങ്കിൽ ബുദ്ധിമുട്ടാകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇല്ല, തീർച്ചയായിട്ടും പണ്ടൊക്കെ പഠിക്കുമ്പോൾ കോമ്പിനേഷൻ ഇപ്പോൾ മാർക്സ് പഠിക്കുന്നതാണ് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കും. അത് വേണമെന്നില്ല, എല്ലാം മാർക്സ് തന്നെ പഠിക്കാം. അല്ല, മാർക്സിൽ കൂടെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഇഷ്ടമുള്ള പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വയം തീരുമാനിച്ച് ആവശ്യമുള്ള സബ്ജക്റ്റ് പഠിച്ച് പുറത്തുവരാനുള്ള സാഹചര്യം അതിന് നല്ല ഡെഡിക്കേറ്റഡായി നിന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കേണ്ട നല്ല സമ്മർദ്ദത്തിൽ നിങ്ങളുടെ ജോലി അംഗീകരിക്കും. അതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത്. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അംഗീകാരം. ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ MK സജി അധ്യക്ഷത വഹിച്ചു. മലയേറിയ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സജിയും മുഖ്യപ്രഭാഷണം നടത്തി. 4 വർഷ ബിരുദ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് NGU UGP മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ ജിതിൻ ജോയ് ക്ലാസ് നയിച്ചു. അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, പഞ്ചായത്ത് അംഗം ഗീത തുളസീധരൻ, മുരിക്കുമയിൽ ശ്രീ ശബരീശ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്വാതി K ശിവൻ, നാടുകാണി ടാക്സ് വൈസ് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് പ്രൊഫസർ സുബിൻ V അനിരുദ്ധൻ, തൊടുപുഴ ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ദിലീപ് കുമാർ CR എന്നിവർ ആശംസകൾ നേർന്നു. നാടുകാണി ടാക്സ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജേഷ് K സ്വാഗതവും തൊടുപുഴ ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് VM ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷക യൂണിയൻ അംഗങ്ങൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് തമിഴ്നാട് എന്നിവയുടെ സഹകരണത്തോടെ മുല്ലപ്പെരിയാറിന്റെ അനുബന്ധ ഡാമായ ബേബി ഡാം ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. തമിഴ്നാട് കേരള അതിർത്തിയിലെ മുല്ലപ്പെരിയാർ ഡാം ശില്പി ജോൺ പെന്നിക്വിക്കിന്റെ സ്മൃതി മണ്ഡപത്തിൽ സംയുക്തമായി 5 ജില്ലാ കർഷക കൂട്ടായ്മ പ്രതിഷേധം ആരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അനുബന്ധ അണക്കെട്ടായ ബേബി അണക്കെട്ട് ബലപ്പെടുത്താനും അണക്കെട്ടിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താനും ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് തമിഴ്നാട് എന്നിവയുടെ സഹകരണത്തോടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ നടപടിക്കെതിരെ വിവിധ കർഷക സംഘടനകൾ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കത്തയച്ചത്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ മെയിലിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ബേബി ഡാം ബലപ്പെടുത്തുവാനും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സംഭരണ ശേഷി 152 അടി വരെ ഉയർത്തുവാനും പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളായ തേനി, മധുര, ഡിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങിയ 5 ജില്ലകളിലായി 1 കോടി ജനങ്ങൾ 2.25 ലക്ഷം ഏക്കറിൽ നടത്തിവരുന്ന കൃഷിഭൂമിക്ക് ആവശ്യമായ ജലവും കുടിവെള്ളവും ലഭ്യമാവുന്ന മുല്ലപ്പെരിയാർ ഡാം തകർക്കുവാനാണ് കേരള സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. முல்லைப்பெரியார் அணையை இடித்துவிட்டு உடைத்துவிட்டு புதிய அணை கட்ட வேண்டும் என்று அரசு முடிவு செய்யுமேயானால் இந்தியாவில் இருக்கிற 1000 அணைகளையும் உடைக்க வேண்டும். அதற்கு மத்திய அரசு தயாரா என்கிற கேள்வியை உங்கள் முன்னாலே வைக்க விரும்புகிறோம். மூன்றாவதாக, இடுக்கி அணைக்கு, அதாவது இடுக்கி அணை கட்டி இத்தனை ஆண்டு காலத்தில் 3 முறைதான் அந்த அணை நிரம்பி இருக்கிறது. அந்த அணையில இருந்து தண்ணீர் விவசாயத்துக்காக உபயோகப்படுத்தப்படுவதே இல்லை. முழுக்க கேரளாவுக்கு மின்சாரம் எடுப்பதற்காக பயன்படுத்தப்படுகிறது. எனவே இந்த முல்லை பெரியார் அணையை உடைத்து விட்டால் அந்த இடுக்கி அணை நிரந்தரமாக நிறையும். அதை வைத்து மின்சாரம் எடுக்கலாம் என்கிற கணக்கை கேரள அரசாங்கம் போடுகிறது. அதன் மூலம் கேரள மக்களை அந்த அரசாங்கமே தூண்டி விடுகிறது. இதை அந்த மக்கள் புரிந்து கொள்ள வேண்டும் என்பதை இந்த நேரத்திலே நாங்கள் வேண்டுகோளாக வைக்க விரும்புகிறோம். 10 நாள்ல 5 மாவட்டத்தில் 5 லட்சம் பேருக்கு வேண்டி புதிய பிரதமருக்கு இதை கொடுக்க இருக்கிறோம். நிச்சயமாக நல்ல தீர்ப்பு வரும், நல்ல நியாயமான தீர்ப்பு வரும் என்று நினைக்கிறோம். அப்படி வர தவறினால் இங்கு தமிழக விவசாயிகள் எந்த சூழ்நிலையும் மீட்டெടുப்போம் என்பதை மட்டும் இந்த இடத்துல ഉറപ്പി சொல்ல കടമപ്പെട്ടിരിക്കുന്നു. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ തമിഴ്നാട് മരക്കയൻകോട് മുതൽ ശങ്കരപുരം വരെ കാളവണ്ടി ഓട്ട മത്സരവും സംഘടിപ്പിച്ചു. കാളവണ്ടി ഓട്ട മത്സരത്തിന്റെ സുരക്ഷയ്ക്കായി ചിന്നമന്നൂർ പോലീസ് വൻ സന്നാഹമൊരുക്കിയിരുന്നു. 10 ദിവസം കൊണ്ട് 1 ലക്ഷം പേരിൽ നിന്നും ഒപ്പ് ശേഖരിക്കുകയും ഓരോ ജില്ലയിൽ നിന്നും 5 ലക്ഷം കത്തുകൾ അയക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി. MG യൂണിവേഴ്സിറ്റി ബി.എഡ് പരീക്ഷയിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന് റാങ്ക് തിളക്കം. ഇംഗ്ലീഷ് വിഭാഗത്തിൽ 1, 3 റാങ്കുകളും മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ 3-ാം റാങ്കും കൊമേഴ്സ് വിഭാഗത്തിൽ 10-ാം റാങ്കും വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. കൂടാതെ 100% വിജയവും നേടിയിരിക്കുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺസൺ ഓറോപ്ലാക്കലും അധ്യാപകരും വിജയികളെ അഭിനന്ദിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 2022-24 ബി.എഡ് പരീക്ഷയിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ റാങ്കുകളുടെ ശോഭയിൽ. ഇംഗ്ലീഷ് വിഭാഗത്തിൽ തൊടുപുഴ സ്വദേശികളായ ഭീമ നാസർ 1-ാം റാങ്കും അഷ്മി മൈദീൻ 3-ാം റാങ്കും കരസ്ഥമാക്കി. മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ കണ്ണൂർ സ്വദേശിയായ സാന്ദ്ര റജി 3-ാം റാങ്കും കൊമേഴ്സ് വിഭാഗത്തിൽ തൊടുപുഴ സ്വദേശിയായ എലിസബത്ത് മാത്യു 10-ാം റാങ്കും കരസ്ഥമാക്കി. MG യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് പരിശീലനത്തിൽ 100% വിജയമാണ് കോളേജ് കരസ്ഥമാക്കിയത്. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺസൺ ഒറോപ്ലാക്കലും അധ്യാപകരും വിജയികളെ അഭിനന്ദിച്ചു. മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഈ വർഷത്തെ ബി.എഡ് റിസൾട്ടിൽ വലിയ സന്തോഷമുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കും 2 പേർക്ക് 3rd റാങ്കും ഒരാൾക്ക് 10th റാങ്കും ഈ വർഷം സ്വന്തമാക്കാൻ സാധിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ ബി.എഡിന് ഈ കോളേജിൽ നിന്ന് ഭീമ നാസർ ഫസ്റ്റ് റാങ്കും സാന്ദ്ര റജി, ആഷ്മി മൊയ്തീൻ 3rd റാങ്കും എലിസബത്ത് മാത്യു 10th റാങ്കും സ്വന്തമാക്കി.
അതോടൊപ്പം 69 കുട്ടികൾ A+ ഗ്രേഡും 25 പേർ A ഗ്രേഡും 5 പേർ B ഗ്രേഡും B.Ed പരീക്ഷയിൽ സ്വന്തമാക്കി. അവരെയെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കുട്ടികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിജയം സ്വന്തമാക്കുവാൻ സാധിച്ചത്. എല്ലാവരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. മികച്ച അധ്യാപക പരിശീലനത്തിലൂടെയാണ് ജില്ലയിൽ ഉയർന്ന വിജയം കോളേജ് നേടിയെടുത്തതെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുടുംബശ്രീ ദിനാഘോഷവും എന്നിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ADS ചെയർപേഴ്സൺ ബീന ബഷീറിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുഷമ ജോയ് വിഷയാവതരണവും ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞൻ മുഖ്യപ്രഭാഷണവും നടത്തി. യോഗത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ADS സംഘത്തെയും മലയപ്പറമ്പ് അംഗൻവാടിയിലെ അധ്യാപികയെയും ഹെൽപ്പറെയും CDS അക്കൗണ്ടന്റിനെയും ആദരിച്ചു. കുടുംബശ്രീ ദിനാഘോഷവും എന്നിടത്തിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. മലയപ്പറമ്പ് അംഗൻവാടിയിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം നിർവഹിച്ചു. എല്ലാ ജില്ലകളിലും അത് ADSന്റെയും CDSന്റെയും കുടുംബശ്രീയുടെയും ഒക്കെ പരിപാടികളും മുൻപുരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ശാസ്ത്രീയമായ മുന്നേറ്റം, സാമ്പത്തിക മുന്നേറ്റം, അവരുടെ വളർച്ച, വിദ്യാഭ്യാസ രംഗത്ത് അതെല്ലാം ഉയർത്തിക്കാട്ടുന്നത് ഇനിയും മുമ്പോട്ട് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ മുഖാന്തരം ഇത്തരം പരിപാടികൾ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാർഡിലെ CDSന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വാർഡിൽ ഏതാണ്ട് 17 അയൽക്കൂട്ടങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അയൽക്കൂട്ടങ്ങളും ഒക്കെ നമ്മുടെ വാർഡിൽ ഏതാണ്ട് 21 അയൽക്കൂട്ടങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായിട്ടാണ് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നത്. ADS ചെയർപേഴ്സൺ ബീന ബഷീർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുഷമ ജോയ് എന്നിടം വിഷയാവതരണവും ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞൻ മുഖ്യപ്രഭാഷണവും നടത്തി. കുടുംബശ്രീ എന്തിനെന്ന വിഷയത്തിൽ കില ഫാക്കൽറ്റിയിലെ ഗോവിന്ദൻ മാഷ് ക്ലാസ് എടുത്തു. യോഗത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2019 മുതൽ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും കൃത്യമായി യൂസർ ഫീസ് വാങ്ങിക്കുകയും ചെയ്ത ADS സംഘം സുബൈദ ഷാഹുലിനെയും 35 വർഷം മലയപ്പറമ്പ് അംഗൻവാടിയിൽ സുദീർഘ സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപിക ശാന്തയെയും ഹെൽപ്പർ സൽമയെയും തൊടുപുഴയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന CDS അക്കൗണ്ടന്റ് അബി ഇസ്മായിലിനെയും ആദരിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞൻ, CDS ചെയർപേഴ്സൺ സുഷമ ജോയ്, ADS ചെയർപേഴ്സൺ ബീന ബഷീർ, ജാസ്മിൻ അലിയാർ, ADS സെക്രട്ടറി മിനി റഹീം എന്നിവർ ചേർന്ന് മൊമെന്റോ നൽകി. യോഗത്തിൽ ഷംല അനസ്, സീനത്ത് സലാം, ഹസീന പരീദ്, പ്രദീപ് കുമാർ, AM സമദ് എന്നിവർ ആശംസകൾ നേർന്നു. ജാസ്മിൻ അലിയാർ സ്വാഗതവും ADS സെക്രട്ടറി മിനി റഹീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ, അതായത് അടുത്ത മാസം മുതൽ കായിക പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഏതെങ്കിലും ഒരു ടൂർണമെന്റ് അല്ല. 2020 ക്രിക്കറ്റ് ലോകകപ്പ്, UFO യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, ഒളിമ്പിക്സ് എന്നിവയൊക്കെയാണ് ഈ 2 മാസക്കാലം കാത്തിരിക്കുന്നത്. മലയാളികളുടെ സ്ക്രീനിലേക്ക് ഇവയെത്തുമ്പോൾ സ്വാഭാവികമായും രാത്രിയാകും. ചുരുക്കി പറഞ്ഞാൽ രാവു പകലാകുന്ന മാസങ്ങളാണിത്. നാടും നഗരവും ഫുട്ബോൾ ക്രിക്കറ്റ് ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു. വണ്ണപ്പുറം ഒടിയപാറയിലെ കുറച്ച് കുട്ടിക്കായിക പ്രേമികളുടെ വിശേഷങ്ങൾ.
ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കായിക പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഏതെങ്കിലും ഒരു ടൂർണമെന്റ് അല്ല, T20 ക്രിക്കറ്റ് ലോകകപ്പ്, UFO യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, ഒളിമ്പിക്സ് എന്നിവയൊക്കെയാണ് ഈ 2 മാസക്കാലം കാത്തിരിക്കുന്നത്. മലയാളികളുടെ സ്ക്രീനിലേക്ക് ഇവയെത്തുമ്പോൾ സ്വാഭാവികമായും രാത്രിയാകും. ചുരുക്കി പറഞ്ഞാൽ രാവ് പകലാകുന്ന മാസങ്ങളാണിത്. നാടും നഗരവും ഫുട്ബോൾ, ക്രിക്കറ്റ് ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു. വണ്ണപ്പുറം ഒടിയപ്പാറയിലെ കുറച്ച് കുട്ടി കായിക പ്രേമികളുടെ വിശേഷങ്ങൾ കാണാം. റൊണാൾഡോ. ഈ കോപ്പ അമേരിക്ക അർജന്റീന നേടുന്നു. ബ്രസീൽ നേടാൻ ചാൻസ് ഉണ്ട്. ടൂർണമെന്റുകളുടെ സമയക്രമം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം T20 ലോകകപ്പിലേക്ക്. ലോകകപ്പ് തുടങ്ങാൻ പോകുന്നത് ജൂൺ മാസം 2-ാം തീയതിയാണ്. ജൂൺ 29-ന് സമാപിക്കും. 20 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടും. മത്സരങ്ങളുടെ സമയം കൂടി നോക്കാം. രാത്രി 8 മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. 9 മണിക്കും 10:30ക്കും 12:30ക്കും പുലർച്ചെ 5 മണിക്കും 6 മണിക്കും മത്സരങ്ങളുണ്ട്. ജൂൺ 9-ാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആവേശ പോരാട്ടം. ഇനി മലയാളികൾ കാത്തിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂൺ 14-ാം തീയതി തുടങ്ങി ജൂലൈ 14-ന് സമാപിക്കും. 24 ടീമുകൾ 6 ഗ്രൂപ്പുകളിലായി മത്സരിക്കും. ജർമ്മനിയിലാണ് ഇത്തവണത്തെ യൂറോ കപ്പ്. മത്സരങ്ങളുടെ സമയം മലയാളികളെ അധികം ബുദ്ധിമുട്ടിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 6:30, 9:30, രാത്രി 12:30 എന്നിങ്ങനെയാണ് മത്സര സമയങ്ങൾ. സോണി നെറ്റ്വർക്കിലാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്കയുടെ സമയം അറിയാനാകും. ഒരുപക്ഷെ ലയണൽ മെസ്സിയുടെ സമയം. ജൂൺ 21 മുതൽ ജൂലൈ 15 വരെയാണ്. 16 ടീമുകൾ മാറ്റൊരുക്കുന്നു. 4 ഗ്രൂപ്പുകളിലായി. മത്സരങ്ങളുടെ സമയക്രമത്തിലേക്ക് കൂടി വരാം. പുലർച്ചെ 3:30, 5:30, 6:30 എന്നിങ്ങനെയാണ് സമയക്രമം. സോണി നെറ്റ്വർക്കിലാണ് മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. ഒളിമ്പിക്സ് ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. ആതിഥേയർ ഫ്രാൻസ് ആണ്. കരാറുകാർ ഏറ്റെടുത്തിട്ട് പണി തുടങ്ങാത്ത ഒടിയപ്പാറ CSI പള്ളി റോഡ് ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി ഗതാഗത യോഗ്യമാക്കി. കാലവർഷാരംഭവും സ്കൂൾ ബസ്സുകളുടെ ഓട്ടവും ഈ വഴിയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാക്കും. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിൽ കല്ലും മണ്ണുമിട്ട് JCB കൊണ്ട് ഉറപ്പിച്ച് ഗതാഗത യോഗ്യമാക്കി. ജനപ്രതിനിധികൾക്കൊപ്പം പ്രദേശവാസികളും ഒത്തൊരുമിച്ച് നടത്തിയ ശ്രമദാനം മാതൃകയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി, ബ്ലോക്ക് മെമ്പർ ഷൈനി സന്തോഷ്, വാർഡ് മെമ്പർ ഇസബെല്ല ജോഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗതാഗത യോഗ്യമാക്കിയത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ ഒടിയപ്പാറ CSI പള്ളി റോഡ് കരാറുകാർ ഏറ്റെടുത്തിട്ടും പണി തുടങ്ങാത്തതിനാൽ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി ഗതാഗത യോഗ്യമാക്കി. കാലവർഷ ആരംഭവും സ്കൂൾ ബസ്സുകളുടെ ഓട്ടവും ഈ വഴിയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാക്കും. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിൽ കല്ലും മണ്ണുമിട്ട് JCB കൊണ്ട് ഉറപ്പിച്ച് ഗതാഗത യോഗ്യമാക്കി. ജനപ്രതിനിധികൾക്കൊപ്പം പ്രദേശവാസികളും ഒത്തൊരുമിച്ച് നടത്തിയ ശ്രമദാനം മാതൃകയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി, ബ്ലോക്ക് മെമ്പർ ഷൈനി സന്തോഷ്, വാർഡ് മെമ്പർ ഇസബെല്ല ജോഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗതാഗത യോഗ്യമാക്കിയത്. നമ്മൾ ഈ റോഡിന് താൽക്കാലികമായിട്ട് സ്കൂൾ തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ താൽക്കാലിക അടിയന്തരമായി നമ്മൾ മക്കിട്ട് റോഡിൻ്റെ കട്ടറുള്ള ഭാഗം ലെവൽ ചെയ്യാനാണ് നമ്മളിവിടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കുറേ ഭാഗം 10-12 ലോഡോളം മക്ക് നമ്മൾ നിലവിലിട്ട് കഴിഞ്ഞു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ആളുകൾ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാത്തത് എന്നാണ് അവരുടെ പക്ഷം. എങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഭവം നടക്കണം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പം മക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരമുള്ള ജനകീയ പിന്തുണ അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാർക്കൊപ്പമാണ് ഞങ്ങൾ ജനങ്ങളും. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ആ കാര്യത്തിൽ ഇവർക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾക്കൊപ്പം ഇവരുണ്ടെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു വിശ്വാസയോഗ്യമായ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതിലുപരി ഇത്രയും ചെയ്തു തന്നതിന് മെമ്പർമാരോട് നന്ദി രേഖപ്പെടുത്തണം. റോഡ് പണിയുന്നതിന് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കളായ രാജു TC, രാജേഷ് വർഗീസ് എന്നിവരും ജനപ്രതിനിധികൾക്ക് പിന്തുണയുമായി ശ്രമദാനത്തിൽ പങ്കുചേർന്നു. കരാറുകാരിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണയാണ് ജനപ്രതിനിധികൾക്കെതിരെ സമരം നടത്തുവാൻ കാരണമായതെന്നും സമരസമിതി ചെയർമാൻ TC രാജു പറഞ്ഞു. ഈ കോൺട്രാക്ടർമാരുടെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകളാണ് അതിൻ്റെ അകത്തുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും കോൺട്രാക്ടർമാർ വഴി എടുക്കാത്തതുകൊണ്ടാണ് അവർ ഈ വഴി പണിയാത്തത് എന്നുള്ളത് അവകാശം. അത് കൃത്യമായ കാര്യം തന്നെയാണ്. ഞങ്ങളിവിടെ എന്താണെങ്കിലും ഞങ്ങളുടെ സ്കൂൾ കുട്ടികൾ പോകുന്ന സാഹചര്യത്തിൽ അവരുടെ പാത്രത്തിലുള്ള കറികളെല്ലാം പുസ്തകത്തിൽ ചാടി ആ പുസ്തകങ്ങളെല്ലാം അഴുക്കാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി ജനകീയ നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ച് ഈ വഴി താൽക്കാലികമായിട്ട് നന്നാക്കി തന്നതിൽ അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം.
1919 കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ച് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്ന കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂൾ 100ാം വയസ്സിലേക്ക് കടക്കുകയാണ്. നിരവധി പ്രതിഭകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയ വിദ്യാലയം 1925 സർക്കാർ അംഗീകൃത സ്കൂളായി മാറിയത്. നിരവധി പ്രതിഭകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയ വിദ്യാലയം 1925 സർക്കാർ അംഗീകൃത സ്കൂളായി മാറിയത്. 2024 ഓഗസ്റ്റിൽ സ്കൂളിന്റെ 100ാമത് വാർഷികാഘോഷ പരിപാടികൾ നാടിന്റെ ആഘോഷമാക്കി മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുമളി ഗ്രാമപഞ്ചായത്തും ഒപ്പം നാട്ടുകാരും. കുമളിയിൽ നിന്നും BBC ന്യൂസിന് വേണ്ടി VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1919 ഒരു കുടിപ്പള്ളിക്കൂടം കുമളിയിൽ ഉണ്ടായിരുന്നതായാണ് പഴമക്കാർ പറയുന്നത്. കുമളിയുടെ വടക്കേ അറ്റത്ത് ചൗക്ക എന്ന സ്ഥലത്ത് ആങ്കൂർ മുതലാളിമാർ എന്നറിയപ്പെടുന്ന 4 പേരുടെ ശ്രമത്താൽ അസീസ് മുതലാളിയുടെ സ്ഥലത്തായിരുന്നു ഇന്ന് ഏകാധ്യാപക സ്കൂൾ എന്നറിയപ്പെടുന്ന ആശാൻ പള്ളിക്കൂടമായി കുമളി സ്കൂൾ തുടക്കമാവുന്നത്. പിന്നീട് 1924 തേക്കടിക്കവലിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന് 1925 സർക്കാർ അംഗീകാരം ലഭിക്കുകയായിരുന്നു. 4ാം ക്ലാസ് വരെ പഠനമുണ്ടായിരുന്ന സ്കൂളിൽ ജോൺ സാർ, നാരായണൻ, ചാക്കോ എന്നിവരായിരുന്നു അധ്യാപകർ. 1924 മുതൽ 1949 വരെയാണ് സ്കൂൾ തേക്കടിക്കവലിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെ 4 വരെ പഠിച്ചവർക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് 7ാം ക്ലാസ് വരെയുള്ള പീരുമേട് സ്കൂളിലോ ജില്ലയ്ക്ക് പുറത്തുള്ള കാഞ്ഞിരപ്പള്ളിയിലോ കോട്ടയത്തോ പോകേണ്ടി വന്നിരുന്നതിനാൽ പ്രദേശവാസികളുടെ അക്കാലത്തെ വിദ്യാഭ്യാസം 4ാം ക്ലാസ്സിൽ ഒതുങ്ങുകയായിരുന്നു. ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് കുറച്ച് ആളുകളിൽ നിന്നും നിർബന്ധിതമായി കുടിയിറക്കിയാണ് ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന 5.5 ഏക്കർ സ്ഥലത്ത് സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നീട് ഈ സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠനം ആരംഭിക്കുകയും തുടർ പഠനത്തിന് ആശ്രയിച്ചിരുന്നത് ഹൈറേഞ്ചിന്റെ ആദ്യകാല സ്കൂളായ മുരിക്കടി സ്കൂളിനെയുമായിരുന്നു. 1971-72 കാലഘട്ടത്തിലായിരുന്നു കുമളി സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഈ കാലയളവിലാണ് കുമളി സ്കൂളിൽ നിന്നും ആദ്യ 10ാം ക്ലാസ് ബാച്ച് പഠിച്ചിറങ്ങുന്നത്. 1960കളിലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ച് അധ്യാപകനായ VS ഷംസുദ്ദീൻ സാർ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കുട്ടികൾ എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. താമസിച്ച് വരുന്ന കുട്ടികളെ ഞാൻ കർശനമായിട്ട് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു, സാറിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ 8ാം മൈൽ ഉച്ചടി തുടങ്ങിയ സ്ഥലം ആണ്. അവിടേക്ക് എന്നെ അവർ ക്ഷണിച്ചു കൊണ്ടുപോയി. ഇതിനാണെന്നൊന്നും വിചാരിച്ചില്ല. അവരെന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. സാർ ഞങ്ങളുടെ വീടൊന്ന് കാണാൻ, ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് കാണേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടികൾക്ക് വരുവാൻ ഒരൊറ്റ ബസ്സില്ല സ്കൂൾ സമയത്ത്. തിരിച്ച് സ്കൂളിൽ വിട്ടു പോകുമ്പോഴും ഒറ്റ ബസ്സില്ല. അപ്പോൾ ഇവർ 10-24 കിലോമീറ്റർ നടന്നു വന്നിട്ട് നടന്ന് തിരികെ പോകുന്ന കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടികളുടെ സ്നേഹമല്ല, ബഹുമാനമാണ് വാസ്തവത്തിൽ. പിന്നീട് 1977 കാലഘട്ടത്തിലാണ് കുമളി സ്കൂളിൽ തമിഴ് മീഡിയം ആരംഭിക്കുന്നത്. പ്രദേശവാസികൾക്ക് തമിഴ് വിദ്യാഭ്യാസത്തിനായി കുമളിക്ക് സമീപം ലോവർ ക്യാമ്പ്, ഗൂഡല്ലൂർ, കമ്പം എന്നിവിടങ്ങളിൽ എത്തേണ്ടിയിരുന്നതിനാലായിരുന്നു കുമളി സ്കൂളിൽ തമിഴ് മീഡിയം ആരംഭിക്കുന്നത്. കുമളി സ്കൂളിൽ 8 മുതൽ 10 വരെ അധികമായി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതിനാൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. കൂടാതെ ക്ലാസ് മുറിയുടെ അഭാവം മൂലം മരച്ചുവട്ടിൽ വെച്ച് വരെ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം പഴയ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുന്നു. ഈ കാലയളവിൽ 4500ഓളം വിദ്യാർത്ഥികൾ കുമളി സ്കൂളിൽ പഠനം നടത്തിയിരുന്നതായാണ് കണക്കുകൾ. 1980 കാലഘട്ടത്തിലാണ് കുമളി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പിന്നീട് ഇവിടെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആരംഭിച്ചതോടെയുമാണ് കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളായി മാറിയത്.
പിത്തളമണിയുടെ നാദത്തിൽ നിന്നും ഇലക്ട്രോണിക് ബെൽ നാദത്തിലേക്ക് കാതോർക്കുന്ന ഈ കാലഘട്ടത്തിൽ കുമളി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും പുരോഗതിയുടെ പാതയിലാണ്. 2024 ഓഗസ്റ്റിൽ 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളിന്റെ 100-ാം വാർഷികം നാടിന്റെ ആഘോഷമാക്കി മാറ്റുവാൻ ഒരുങ്ങുകയാണ് കുമളി ഗ്രാമപഞ്ചായത്തും സ്കൂൾ അധികൃതരും ഒപ്പം നാട്ടുകാരും. VBC ന്യൂസ്, കുമളി. നേട്ടങ്ങളുടെ നിറവിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജിമോൾ തോമസിന് പടിയിറക്കം. കോതമംഗലം രൂപതയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആദ്യ വനിതാ പ്രിൻസിപ്പളായ പ്രൊഫസർ ഡോക്ടർ ബിജിമോൾ തോമസിന് കോളേജ് അധികൃതർ ചേർന്ന് യാത്രയയപ്പ് നൽകി. കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജെയിൻ എ ലുക്ക്, സൂപ്രണ്ട് ഷൈലറ്റ് പീറ്റർ എന്നിവരും ഇതോടൊപ്പം സേവന കാലാവധി പൂർത്തിയാക്കി വിരമിക്കുകയാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ന്യൂമാൻ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്ത ഡോക്ടർ ബിജിമോൾ തോമസ് കോളേജിന്റെ നേട്ടങ്ങളുടെ നിറവിലെത്തിച്ച ശേഷം തൽസ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. വിരമിക്കലിന്റെ ഭാഗമായി പ്രാർത്ഥനാ ചടങ്ങും പൊതുയോഗവും നടന്നു. NSS യൂണിറ്റിന്റെ ആദരവും ഉണ്ടായിരുന്നു. കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജെയിൻ എ ലൂക്ക്, സൂപ്രണ്ട് ഷൈലറ്റ് പീറ്റർ എന്നിവരും ഇതോടൊപ്പം സേവന കാലാവധി പൂർത്തിയാക്കി വിരമിക്കുകയാണ്. കോതമംഗലം രൂപതയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ എന്ന ഖ്യാതിയിലാണ് 2022 സ്ഥാനം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന NAAC അക്രഡിറ്റേഷനിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കോറായ 3.71 ഗ്രേഡ് പോയിന്റോടെ A++ ഗ്രേഡ് നേട്ടത്തിലെത്തിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പടിയിറക്കം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ലെക്ചററായി തുടങ്ങിയ ബിജിമോൾ തോമസിന്റെ അധ്യാപക ജീവിതം 3 പതിറ്റാണ്ട് നീണ്ടതാണ്. ന്യൂമാൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്ന പിതാവ് പ്രൊഫസർ CJ തോമസിന്റെ പാത പിന്തുടർന്നാണ് ഡോക്ടർ ബിജിമോൾ തോമസ് ഒരു സാഹിത്യ അധ്യാപികയായത്. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, ന്യൂമാൻ കോളേജ് എന്നിവിടങ്ങളിലായി 28 വർഷം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. മാനേജർ അച്ഛനോട് അതുപോലെ അഭിമന്യ പിതാവിനോടൊക്കെയുള്ള എൻ്റെ ഏറ്റവും നന്ദിയും കടപ്പാടും സ്നേഹവും ആദരവും ഒക്കെ അറിയിക്കുന്നു. കാരണം ഒരു 2 വർഷം ഇങ്ങനൊരു പ്രിൻസിപ്പൽ തസ്തിക, അതും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് 60ാമത്തെ ആണ്ടിൽ ഡയമണ്ട് ജൂബിലി ഇയറിൽ അങ്ങനെ ഒരു പേര്, ഒരു പക്ഷേ അതൊരു ദൈവനിയോഗമാണ്. അതുകൊണ്ട് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു ചോടി എന്ന നിലയിൽ ഞാൻ നേടിയെടുത്തതിനേക്കാൾ 4 ഇരട്ടി എനിക്ക് ഒരുപാട് മേഖലകളിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അത് ഒരു ഈ മാനേജ്മെൻറ്റിനോട് ഒരു ബഹുമാനപ്പെട്ട പൈസച്ചൻ വന്നിട്ട് അച്ഛൻ ആദ്യം നടത്തിയ ഒരു നിയമനമാണ് എൻ്റെ. അപ്പോൾ എന്നിൽ അത്രമാത്രം വിശ്വാസം, ഒരു ട്രസ്റ്റ് അത് തരാൻ തോന്നിയതിന്, അത് ഏൽപ്പിച്ചത് വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിച്ചുവെങ്കിൽ അതിനെൻ്റെ ഒപ്പം നിന്ന ന്യൂമാനിലെ എൻ്റെ സഹപ്രവർത്തകരാണ്. പ്രിൻസിപ്പളായിരുന്ന കാലയളവിൽ 30ഓളം യൂണിവേഴ്സിറ്റി റാങ്കുകളും കായിക രംഗത്ത് ദേശീയ തലത്തിൽ തന്നെ നിരവധി സമ്മാനങ്ങളും വിദ്യാർത്ഥികൾ നേടി. കോളേജിന്റെ മുഖച്ഛായ മാറ്റിയ ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനവും ഇക്കാലയളവിൽ നടന്നു. യാത്രയയപ്പ് സമ്മേളനത്തിൽ ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ, പ്രൊഫസർ സാജു എബ്രഹാം, വൈസ് പ്രിൻസിപ്പൽ ബിജു പീറ്റർ എന്നിവർ ആശംസകൾ നേർന്നു. ഈ കോളേജ് ഇത്ര മികവിൽ നിർത്തിയിട്ടാണ് ടീച്ചർ പോകുന്നത്. ഞാൻ വിചാരിക്കുന്ന ടീച്ചറെ കൂടെ ഈ കോളേജ് മറന്നിട്ട് പോകുന്നതല്ല. കോളേജ് വരാൻ ഒത്തിരി വാദം തോന്നിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കോളേജ് ഓട്ടോണമസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധ്യത വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ആശ്രയിക്കുന്നു, ഈ കോളേജ് തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്നതും ബിജുമോൾ ടീച്ചർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടീച്ചറിനോട് ഞങ്ങൾ ദീർഘ വിടയൊന്നും പറഞ്ഞപ്പോൾ വിടുവല്ല, ഈ കോളേജ് ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരിയാക്കി ഈ സ്കൂൾ കോളേജിൽ മാറ്റുന്നതിൽ അക്കാഡമികമായിട്ട് ഭൗതിക സ്കൂളിനോടി എല്ലാവരുടെയും ഉള്ളിലെ സ്നേഹം കൂടെ വിതറി ഒരു മാതൃരൂപത്തിൽ ഈ കോളേജിനും മെനഞ്ഞെടുത്തിനകത്ത് മുഖ്യ പങ്ക് വഹിച്ച ബിജുമോൾ ടീച്ചറാണ്. മാനേജിന് വേണ്ടി, അഭിനന്ദ പിതാവിന് വേണ്ടി ടീച്ചറിൻ്റെ ആ ഡെഡിക്കേഷൻ, ആ കമ്മിറ്റ്മെൻറ്റ്, ആ കോളേജിലുള്ള ലോയൽറ്റി, മനസ്സിലുള്ള ലോയൽറ്റി, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അഭിനന്ദ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ വലിയ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി കടപ്പാട് ഞങ്ങളുടെ എല്ലാ ആദരവ് അർപ്പിക്കുകയാണ്. ഫാദർ ടോജിൻ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രൊഫസർ ജെന്നി കെ അലക്സ് പുതിയ പ്രിൻസിപ്പളായി നാളെ ചുമതലയേൽക്കും.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSTF ദ്വിദിന സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. KSTF സംസ്ഥാന പ്രസിഡന്റ് MK ബിജു അധ്യക്ഷത വഹിച്ചു. KSTF ദ്വിദിന സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. What is my role and what is my vision? സാറ് ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എല്ലാ ആളുകളും നിങ്ങളോട് പറഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാമൂഹിക വ്യവസ്ഥയിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. ജൂൺ മാസം 26 എന്ന് പറയുന്നത് ലോക പുകയില വിരുദ്ധ ദിനമാണ്, അല്ലെങ്കിൽ ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സമൂഹ പുരോഗതിക്കായി ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ് അധ്യാപകരെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തമ അംശങ്ങളെ വിദ്യാർത്ഥി മനസ്സുകളിൽ ആവിഷ്കരിക്കാൻ അധ്യാപക സമൂഹത്തിന് കഴിയണം. മികവ് ലക്ഷ്യമാക്കി വിദ്യാർത്ഥികളിൽ അധ്യാപകരുടെ നിരന്തര ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSTF സംസ്ഥാന പ്രസിഡന്റ് MK ബിജു അധ്യക്ഷത വഹിച്ചു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ റോബിൻ പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് സേവ്യർ, ജോസഫ് വർഗീസ്, M അനുനാഥ്, അമ്പിളി മോഹനൻ, ജോമോൻ ജോസ്, ജെബി തോമസ്, OP ഹസീബ്, യേസ്വിൻ അഗസ്റ്റിൻ, റെജി ചാക്കോ, നൈസി മാത്യു, ഷൈജു അഗസ്റ്റിൻ, ജോഷി ഫ്രാൻസിസ്, P മനോജ് കുമാർ, സജി ചെറിയാൻ, സിജു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വീടിന് മുകളിലേക്ക് അപകടകരമാകും വിധം ചാഞ്ഞു നിൽക്കുന്ന വാഗമരം വെട്ടിമാറ്റാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ഗൃഹനാഥൻ റോഡിൽ കിടന്നു. മുള്ളരിങ്ങാട് പള്ളിക്കവല പുളിക്കൽ സന്തോഷാണ് ബുധനാഴ്ച രാവിലെ 10-ന് അമയൽ തൊട്ടി പള്ളിക്കവല റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചത്. വീടിന് മുകളിലേക്ക് അപകടകരമായ രീതിയിൽ ചാഞ്ഞു നിൽക്കുന്ന വാഗമരം വെട്ടിമാറ്റാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ഗൃഹനാഥൻ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. മുള്ളരിങ്ങാട് പള്ളിക്കവല പുളിക്കൽ സന്തോഷാണ് ബുധനാഴ്ച രാവിലെ 10-ന് അമായൽ തൊട്ടി പള്ളിക്കവല റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചത്. 2 വർഷം മുമ്പ് മരം വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ്, പഞ്ചായത്ത്, മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഇതുവരെ മരം വെട്ടിമാറ്റിയില്ല. സന്തോഷിന്റെ വീടിനടുത്ത് തന്നെയുള്ള സെന്റ് മേരീസ് പ്ലേ സ്കൂളിന് മുകളിലേക്കാണ് വാഗമരം ചാഞ്ഞു നിൽക്കുന്നത്. വാഗമരം നിൽക്കുന്നത് വനഭൂമിയിലാണ്. ഇയാൾ പ്രതിഷേധം തുടങ്ങിയതോടെ കാളിയാർ പോലീസും നാട്ടുകാരും ചേർന്ന് സമാധാനിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു വിട്ടു. വനംവകുപ്പ് അധികൃതർ പറയുന്നത് മരത്തിന്റെ ശിഖരം മുറിച്ചു നീക്കിയാൽ മതിയെന്നും അതിന് KSEBയുടെ 11 kV ലൈൻ അഴിച്ചു മാറ്റണമെന്നും അതിന് 20,000 രൂപയുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വനംവകുപ്പ് ഇതുൾപ്പെടെ 40,000 രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും ഇതുവരെ ഫണ്ട് കിട്ടിയിട്ടില്ല. മരത്തിന്റെ ശിഖരം മുറിച്ചു മാറ്റാൻ ജില്ലാ കളക്ടർ വണ്ണപ്പുറം പഞ്ചായത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിനാൽ പഞ്ചായത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നും വനംവകുപ്പ് മരം മുറിക്കുന്നതിന് തടസ്സം നിൽക്കില്ലെന്നുമാണ് ഇവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികനായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലെ കുന്നത്തിന് സമീപത്തെ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന പാലാഴി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലെ ഞറുക്കുറ്റിക്കും കുന്നത്തിനും ഇടയിലെ വളവിൽ വെച്ച് ഉച്ചയ്ക്ക് 12:45 അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ടവർ ഞറുക്കുറ്റിയിലെ ഫർണിച്ചർ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. ബീഹാർ സ്വദേശികളാണെന്നാണ് സൂചന. വെള്ളിയാഴ്ച നിസ്കാരത്തിനായി കുന്നംകവലിലെ പള്ളിയിലേക്ക് കാൽനടയായി പോകും വഴി പിന്നിൽ നിന്നെത്തിയ ബസ് മൂവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടമുണ്ടായ ഉടൻ തന്നെ ഓടിയെത്തിയവർ മൂവരെയും മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഒരാൾ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായ 2 പേരെ കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എതിർദിശയിലെ കാഴ്ച മറിക്കും വിധം റോഡിലേക്ക് ചെടികൾ വളർന്നു നിൽക്കുന്ന കൊടുംവളവിൽ വെച്ചാണ് അപകടം നടന്നത്. ഈ വളവ് ഒരു അപകടം പിടിച്ച വളവാണ്. ഞങ്ങൾക്കാണെങ്കിൽ തന്നെയും എൻ്റെ വീട്ടിൽ താഴെയാണ്. ഒരു വണ്ടി കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുമ്പം നിസ്സാരമായ കാര്യമല്ല. കാരണം എക്സ്പെക്ട് മോർണിംഗിലും ഈവനിങ് ടൈമിലും ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. 10-ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നമ്മളവരെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സൈഡ് ഒതുങ്ങി വന്നാലും ഈ ഒരു വളവ് വലിയൊരു വളവാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി നമ്മൾ കാണുകയില്ല, ഇവിടുന്ന് വരുന്ന വണ്ടിയും കാണുകയില്ല. വണ്ടി കാണാൻ ഓൺ അടിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരു വലിയ പ്രശ്നത്തിന് നടുവിലാണ്. ഞങ്ങൾ പല പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തതാണ്. 2:45 ഞാൻ കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് സൗണ്ട് ഞാൻ കേട്ടോളൂ, കണ്ടില്ല സംഭവം എന്താണ്. അപ്പോൾ ഹസ്ബൻഡുണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് നോക്കാൻ പറഞ്ഞപ്പോൾ വന്ന് വണ്ടിയുടെ അടി കയറിയെന്ന് പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ 2 പേരും കൂടെ കിടക്കണത് ഞാൻ കണ്ടോളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതേസമയം ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും ആരോപണമുണ്ട്.
ഇവിടുന്ന് കുന്നത്തിന് നടന്നു പോയ 3 ഭായിമാരാണ്. അറപ്പൂർ എന്ന് പറഞ്ഞ കമ്പനി പണിയുന്നവരാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് ഓടി ബസ് കഴിക്കുന്ന പോലെ ശബ്ദം കേട്ടുകൊണ്ട് ഓടി എന്ന് കൊച്ചിറങ്ങി നോക്കിയപ്പോഴാണ് പറഞ്ഞത് റോട്ടിൽ ഒരു ചേട്ടായി കിടക്കുന്നുണ്ട്, പക്ഷേ എന്നാ നോക്കാൻ പറ്റും. ഞാൻ ഇറങ്ങിയതൊന്ന് നോക്കി കഴിഞ്ഞപ്പം ഒരു 10-22 വയസ്സുള്ള പയ്യൻ റോട്ടിൽ കിടക്കുക. അവൻ്റെ ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കുകയാണ്, അവൻ അനക്കമില്ല. അവനെ മരിച്ച ഒരവസ്ഥയിലാണ്. തൊട്ടപ്പുറത്ത് തന്നെ 2 പേര് കിടപ്പുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇങ്ങനെ ഫിക്സ് ഉണ്ടായിട്ട് പിടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരാളിൽ കാലൊടിഞ്ഞ പോലെ ഇങ്ങനെ ഏറ്റു നിൽക്കത്തില്ല. അവനെ പിടിച്ച് പൊക്കിയപ്പോഴത്തേക്ക് അവൻ വീണ് പോയി. പിന്നെ അവനെ പൊക്കിയെടുത്ത് 2 വണ്ടി വന്നു. വന്നൊരു വണ്ടിക്ക് കൈ കാണിച്ച് കയറ്റി ആശുപത്രി കൊണ്ടുപോയി കോളിഫോമിലാക്കി. ചെന്നപ്പോഴാണ് അറിഞ്ഞ ഒരാൾ മരിച്ചു, റോട്ടിൽ കിടന്ന ആൾ മരിച്ചായിരുന്നു. പിന്നെ ഒരാൾക്ക് ഡിഗ്രി ഉണ്ട്, പ്രോബ്ലമാണ്, മാറ്റണം എന്ന് പറയുന്നത്. ഡേഞ്ചറാണ് ഈ വളവ് ഭയങ്കര ഡേഞ്ചർ. അവിടെ ആ പുല്ല് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ നിന്ന് ഒരു വണ്ടി, എന്ത് വണ്ടി വന്നാലും, ഒരു ബൈക്ക് വന്നാൽ പോലും ഇവിടെ സൈഡിൽ നിന്ന് ഒരാൾ നിന്നാൽ കാണത്തില്ല. അപകടമുണ്ടായ ഉടൻ തന്നെ ബസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും തൊടുപുഴ ട്രൈബൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി ടാക്സ് എക്സലൻസ് അവാർഡ് വിതരണവും മുഖാമുഖവും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷക യൂണിയൻ അംഗങ്ങൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് തമിഴ്നാട് എന്നിവയുടെ സഹകരണത്തോടെ മുല്ലപ്പെരിയാറിന്റെ അനുബന്ധ ഡാമായ ബേബി ഡാം ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. NJ യൂണിവേഴ്സിറ്റി B.Ed പരീക്ഷയിൽ മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന് റാങ്ക് തിളക്കം. ഇംഗ്ലീഷ് വിഭാഗത്തിൽ 1, 3 റാങ്കുകളും മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ 3-ാം റാങ്കും കൊമേഴ്സ് വിഭാഗത്തിൽ 10-ാം റാങ്കും വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. കുടുംബശ്രീ ദിനാഘോഷവും എന്നിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ADS ചെയർപേഴ്സൺ ബീന ബഷീറിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം ഉദ്ഘാടനം ചെയ്തു. കരാറുകാർ ഏറ്റെടുത്തിട്ടും പണി തുടങ്ങാത്ത ഒടിയപ്പാറ CSI പള്ളി റോഡ് ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി ഗതാഗത യോഗ്യമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.